നടക്കാൻ വേണ്ടി പോകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം മുനിസിപ്പൽ കോർപ്പറേഷനിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർഡാണ് ചാല. ചാലയ്ക്ക് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. നമ്മുടെ സംസ്ഥാനത്തെ തന്നെ ഏറ്റവും പുരാതനമായ കമ്പോളം അടങ്ങുന്ന പ്രദേശമാണ് ചാല വാർഡ്. കഴിഞ്ഞ 10 വർഷക്കാലമായിട്ട് ഈ വാർഡിൻ്റെ പുരോഗതി ജനപ്രതിനിധികളായി തിരഞ്ഞെടുക്കപ്പെട്ട ആളുകൾ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നെ ഉള്ളത് ഇവിടെ ഉള്ള ചാലക്കാരോടെല്ലാം നിങ്ങൾ വർത്തമാനം പറഞ്ഞ് ഈ ചാല വാർഡെന്ന് പറയുന്നത് തൊഴിലാളികളും ഈ വാടകയ്ക്ക് താമസിക്കുന്നവരും പുറത്തുനിന്ന് വരുന്ന ആൾക്കാർ കൂടുതലുള്ള പ്രദേശമാണ്. ഈ പ്രദേശത്ത് കഴിഞ്ഞ 10 വർഷക്കാലത്തിന് മുമ്പ് LDF ആണ് ഇവിടെ ഈ കോർപ്പറേഷൻ ഭരിച്ചിരുന്നത്. ഇപ്പോൾ ഒരു 10 വർഷക്കാലം കൊണ്ട് അത് BJP ഭരിക്കുന്ന ഒരവസ്ഥ ഉണ്ടായി. ആ ഭരണത്തിൽ ഈ നാട്ടിലുള്ള ആർക്കും ഈ ഒരു വികസനവും നടത്താത്തൊരവസ്ഥ ഉണ്ടായി. ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ വിളിച്ചാൽ പോലും, നാട്ടുകാർ ഫോൺ വിളിച്ചാൽ പോലും, കഴിഞ്ഞ 5 വർഷത്തിന് മുമ്പ് കൗൺസിലറായാലും ശരി, ഇപ്പോൾ കഴിഞ്ഞ 5 വർഷത്തിന് മുമ്പ് ഭരിച്ച കൗൺസിലറാണ് ഇപ്പോൾ മത്സരിക്കാൻ വേണ്ടി ആ കൗൺസിൽ ഫോൺ പോലും എടുക്കാത്തൊരവസ്ഥയാണ്. തൊട്ട് മുമ്പത്തെ കൗൺസിൽ എന്ന് പറയുന്നത് സ്കൂളിൽ ഈ സംസ്ഥാനം ഒട്ടാകെ എല്ലാ സ്കൂളുകളും നവീകരിക്കുന്ന സമയത്ത് ആ സ്കൂളിൽ ഒരു ഉദ്ഘാടന ഫംഗ്ഷനിൽ പോലും വിളിച്ചാൽ പോലും അധ്യക്ഷയിരിക്കാൻ പോലും അവർ ഫോൺ വിളിച്ചാൽ എടുക്കാത്തൊരവസ്ഥയാണ് ഉണ്ടായത്. ഈ നാട്ടുകാർ മൊത്തം ഈ 10 വർഷം ഭരിച്ച BJP കൗൺസിലർക്കെതിരെ ശക്തമായ ഒരു ഭരണവിരുദ്ധ വികാരമുണ്ട്. ആ കൗൺസിലർ അതിനെതിരായിട്ട് നമ്മളിപ്പോൾ മത്സരിക്കുന്നത് അഡ്വക്കേറ്റ് SA സുന്ദറാണ്. നേരത്തെ CPMൻ്റെ ഏരിയ സെക്രട്ടറി ആയിരുന്നു, ഇപ്പോൾ ജില്ലാ കമ്മിറ്റി അംഗമാണ്. അദ്ദേഹം 2005 ആറ്റുകാൽ വാർഡ് കൗൺസിലറായിരുന്നു. ആ നാട്ടിൽ ചെയ്ത വികസന പ്രവർത്തനങ്ങളെല്ലാം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിരുന്നു. ഇപ്പോൾ ഈ വാർഡിലേക്ക് മത്സരിക്കുകയാണ്. ഈ വാർഡിൽ എല്ലാ ജനങ്ങളും കഴിഞ്ഞ ദിവസങ്ങളിൽ വീടുകൾ തോറി പോകുമ്പോൾ സാർ കയറിയിരിക്കുക എന്നുള്ള രീതിയിലേക്കാണ് സ്ഥാനാർത്ഥിയെ സ്വീകരിച്ചത്. അതുകൊണ്ട് നല്ല ഭൂരിപക്ഷത്തോടു കൂടി ഈ വാർഡ്, ചാല വാർഡ് തിരിച്ച് പിടിക്കാൻ തന്നെയാണ് ഞങ്ങൾ എല്ലാവരും തൊഴിലാളികളടക്കം ഒന്നടങ്കം നിൽക്കുന്നത്. ഈ വാർഡ് തിരിച്ച് തന്നെ പിടിച്ചിരിക്കും എന്നാണ്. ചാല ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായി കൂടി മാറുമായിരുന്നു. നിർഭാഗ്യവശാൽ അതിൻ്റെ തുടർ പ്രവർത്തനങ്ങളിൽ ജനപ്രതിനിധികളായി തിരഞ്ഞെടുക്കപ്പെട്ട ആളുകൾ ശ്രദ്ധിച്ചതേയില്ല. തിരഞ്ഞെടുക്കപ്പെട്ട ശേഷം ജനങ്ങളുടെ യാതൊരുവിധമായ കാര്യങ്ങൾക്കും BJPയുടെ നേതൃത്വത്തിലുള്ള ജനപ്രതിനിധികൾ ഒരു കാര്യവും ചെയ്തിട്ടില്ല. ഈ കാലയളവിലാണ് വൻ പ്രളയം വന്നത്. ചാല വെള്ളത്തിനടിയിലായി. ഞാൻ വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ ആര്യശാല യൂണിറ്റ് പ്രസിഡൻ്റാണ്, ജില്ലയുടെ വൈസ് പ്രസിഡൻ്റാണ്. ചാലയെ സംബന്ധിച്ചോളം കഴിഞ്ഞ 40 വർഷക്കാലമായി വ്യാപാരികൾ ഒരുപാട് വികസനം പ്രതീക്ഷിച്ച് കാത്തിരിക്കുന്നു. പക്ഷേ നാളിതുവരെ വികസനം എന്ന് പറഞ്ഞ സാധനം എത്തിയിട്ടില്ല. കഴിഞ്ഞ 10 വർഷക്കാലം ചരിത്രം എടുത്താൽ മാറി മാറി വന്ന കൗൺസിലർമാർ ഇതുവരെയായിട്ട് ഞങ്ങളുടെ ഒരു മീറ്റിംഗ് വിളിച്ച് കൂട്ടിയിട്ട് ചാലയ്ക്ക് എന്താണ് ആവശ്യമുള്ളത് ഞങ്ങളൊന്നും ചോദിച്ചിട്ടില്ല. കാരണം എല്ലാ കൗൺസിലർമാരും വരുന്ന കാലഘട്ടങ്ങളിൽ വാർഡ് സഭകൾ കൂടി വ്യാപാരികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുകയാണ്. ഇപ്രാവശ്യം അത് ഉണ്ടായിട്ടില്ല. അത് എന്താണ് ഉണ്ടായെന്ന് മനസ്സിലായില്ല. പക്ഷേ മുൻകാലത്തൊന്നും ഒരു വ്യാപാരിയാണ് ചാനൽ കൗൺസിലറായി വന്നത്. ഇതിന് മുൻപ് വന്നത് അദ്ദേഹം പോലും വാർഡ് സഭ വിളിച്ചുകൂട്ടി കച്ചവടക്കാരുടെ വിഷയങ്ങൾ ചർച്ച ചെയ്തില്ല. കച്ചവടക്കാർ വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു ഒരു വ്യാപാരിയെ കൗൺസിലറായി വന്നപ്പോൾ കുറേ വികസനം ഉണ്ടാവുമെന്ന്. കഴിഞ്ഞ 10 വർഷക്കാലമായി ചാലയിലെ റോഡുകളെല്ലാം വെള്ളപ്പൊക്കം കാരണവും റോഡുകൾ തകർന്നും ജനങ്ങൾക്ക് വരാൻ പറ്റുന്നൊരവസ്ഥയാണ്. കാരണം എന്ന് വെച്ചാൽ ചാലയിൽ പ്രാഥമിക ആവശ്യങ്ങൾ സാധിക്കാനുള്ള ഒരു സംവിധാനമില്ല. ഇപ്പോൾ ഔട്ടറിൽ നിന്ന് വരുന്ന ആൾക്കാർക്കെല്ലാം ഇവിടെ വന്ന് മൂത്രമൊഴിക്കാനോ ഒന്ന് മലമൂത്ര ചെയ്യാനുള്ള സംവിധാനം പോലും ഇല്ലാത്തൊരവസ്ഥയാണുള്ളത്. പാർക്കിംഗ് വലിയൊരു പ്രശ്നമാണ്. പാർക്കിംഗ് ഞങ്ങൾ കഴിഞ്ഞ 10-30 വർഷക്കാലമേ ആവശ്യപ്പെടുന്നൊരു കാര്യമാണ്. ചാലയിൽ കുറേ മൾട്ടി ലെവൽ പാർക്കിംഗ് എന്ന് ഉണ്ടാക്കണമെന്നുണ്ട്. ഇപ്പോൾ ഏത് 1-2 പണി നടക്കുന്നുണ്ട്. സ്മാർട്ട് സിറ്റിയായി ബന്ധപ്പെട്ട് ഇടറോഡിലെല്ലാം ഡെവലപ്പായപ്പോൾ ചാല മെയിൻ റോഡ് ഇതുവരെ ഡെവലപ്പായില്ല.
അത് വരും കാലങ്ങളിലെങ്കിലും ചെയ്തു തരുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. എന്തായാലും ചാലയുടെ പ്രൗഢി വീണ്ടെടുക്കുന്നതിന് നല്ലൊരു മാറ്റം ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഞാൻ CI2-ൻ്റെ മോട്ടോർ തൊഴിലാളിയുടെ ഏരിയ ജോയിൻറ്റ് സെക്രട്ടറിയാണ്, ജില്ലാ കമ്മിറ്റി അംഗവും കൂടിയാണ്. ഞങ്ങൾ സ്റ്റാൻഡിൽ ഒരു 10-32ഓളം വണ്ടികൾ ഇവിടെ കിടന്ന് സ്ഥിരമായി 10-35 വർഷം കൊണ്ട് ഓടുകയാണ്. പക്ഷേ ഇപ്പോഴുള്ള അവസ്ഥ എന്ന് പറയുന്നത് കഴിഞ്ഞ 10 വർഷവും ഈ വാർഡിൽ ഈ കൗൺസിലർമാർ മാറി മാറി വന്ന കൗൺസിലർമാർ 10 വർഷത്തിന് ശേഷം 1 രൂപയുടെ വികസനമോ ഈ റോഡുകൾ കണ്ടാൽ തന്നെ നമുക്കറിയാൻ പറ്റും. ഇവിടെ ഡ്രെയിനേജ് പ്രശ്നം, മാലിന്യ പ്രശ്നം, കുടിവെള്ള പ്രശ്നം, ഇതിനൊന്നും ഒരു പരിഹാരം കണ്ടെത്താൻ ഈ കൗൺസിലർമാർക്ക് രംഗത്ത് വരികയോ അതിനുള്ള നടപടിക്രമങ്ങൾ ചെയ്യുകയോ ചെയ്യില്ല. സ്മാർട്ട് സിറ്റിയുടെ ഭാഗമായി ഈ റോഡുകളെല്ലാം പൊളിച്ച് പണി ചെയ്തപ്പോൾ ആ ഡ്രെയിനേജുകളെല്ലാം റോഡിൽ കൂടെയാണ് പൊട്ടിയൊലിച്ച് പോയി. അതുമാത്രമല്ല, ഞങ്ങളെ വണ്ടികളിൽ ഇപ്പോൾ സവാരിക്ക് ആളുകൾ കയറുന്നില്ല. കയറാത്തതെന്ന് വെച്ചാൽ ഈ റോഡിൽ ഞങ്ങൾ എന്നും മെയിൻ്റനൻസിൻ്റെ പണി ചെയ്യാനേ നമുക്ക് സമയമുള്ളൂ. തൊട്ടടുത്ത് തന്നെ വലിയശാല വാർഡായിരുന്നാലും ആറ്റുകാൽ വാർഡായിരുന്നാലും അവിടെ കോടിക്കണക്കിന് രൂപയുടെ റോഡ് വർക്കുകളും നല്ല സഞ്ചാരയോഗ്യമായ സ്ഥലങ്ങൾ റോഡുകളാണ് ഇവിടെ ഉള്ളത്. പക്ഷേ ഇവിടെ സംബന്ധിച്ചാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു സംഭവമേ ഇവിടെ ഇല്ല. ഈ കൗൺസിലർ മരണത്തിനും എല്ലായിടത്തും മരണത്തിനോ കല്യാണത്തിനോ ഇതിന് അതുപോലും കാണാനില്ല. ഈ പോയ 5 വർഷവും നമുക്ക് വലിയ നഷ്ടമാണ് ഇവിടെ ഈ സംഭവം ഈ വാർഡ് നമുക്ക് പറ്റിയത്. ചാല എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രദേശമാണ്. മനക്കട റോഡിലാണ് എൻ്റെ കുടുംബ വീട്. ഗംഗാനഗർ എന്ന് പറയുന്ന ചാല വാർഡിലെ ഒരു പ്രധാനപ്പെട്ട നഗറിലാണ് എൻ്റെ ഇപ്പോൾ നിലവിലുള്ള കുടുംബത്തിൻ്റെ താമസം. ഞാൻ കഴിഞ്ഞ 40 വർഷക്കാലമായി രാഷ്ട്രീയ സംഘടനാ പ്രവർത്തന രംഗത്ത് നിൽക്കുന്ന ഒരാളാണ്. ഇവിടുത്തെ സാമൂഹിക പ്രവർത്തനങ്ങളിൽ, സാമൂഹികപരമായിട്ടുള്ള വികസനങ്ങളിൽ, ജനകീയ പ്രശ്നങ്ങളിൽ എല്ലാത്തിലും ഇടപെടുന്നതിന് വേണ്ടിയുള്ള പരമാവധി സമയം കണ്ടെത്തി നിൽക്കുന്നതിന് വേണ്ടി എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോഴുള്ള ഏറ്റവും വലിയ ആത്മവിശ്വാസം. ഇവിടുത്തെ ജനങ്ങൾ എല്ലാവർക്കും എന്നെ കൊച്ചുനാൾ മുതലേ അറിയാമെന്നുള്ളതും എൻ്റെ ജീവിതവും എൻ്റെ പ്രവർത്തന രീതിയുമെല്ലാം നന്നായി മനസ്സിലാക്കിയിട്ടുള്ളവരാണ് ഇവിടുത്തെ ജനങ്ങൾ. അതുകൊണ്ട് തന്നെ അവർ എന്നെ സ്വീകരിക്കുമെന്ന് ഞാൻ 100% വിശ്വസിക്കുന്നു. ഇവിടെ യഥാർത്ഥത്തിൽ ഏറ്റവും പത്മനാഭസ്വാമി ക്ഷേത്രവും അതുപോലെ തന്നെ അട്ടക്കുളങ്കര പള്ളിയും എല്ലാമുള്ള ഒരു പ്രദേശം കൂടിയാണ് ഈ പ്രദേശം. ഏറ്റവും കൂടുതൽ മതസൗഹാർദ്ദത്തിന് പേരുകേട്ട ഒരു സ്ഥലമായി നമ്മുടെ ചാലയും കമ്പോളവും അതുപോലെ തന്നെ ചാലയുടെ പരിസര പ്രദേശങ്ങളും മാറിയിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ൽ നടന്ന വർഗീയ കലാപത്തിന് ശേഷം ഇവിടെ മനുഷ്യരെല്ലാവരും ഒരുപോലെ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട് എന്നുള്ളത് ഈ സന്ദർഭത്തിൽ ഞാൻ ഓർമ്മിച്ച് എടുക്കുകയാണ്. ചാലയെ സംബന്ധിച്ചുള്ള നിരവധി പ്രശ്നങ്ങൾ ഈ ചാലയിലുണ്ട്. ആ പ്രശ്നങ്ങളെന്ന് പറയുന്നത് ഇവിടുത്തെ വ്യാപാരികൾ ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ യാതനകളാണ്. വ്യാപാരം കേന്ദ്രമെന്ന് പറയുന്ന പഴയ ചാല ഇന്ന് പഴയ ചാല അല്ലാതായി മാറിയിരിക്കുന്നു. 100-200 വർഷത്തിലധികം പഴക്കമുള്ളതാണ് ഈ ചാല കമ്പോളം എന്ന് പറയുന്നത്. ആ ചാലക്കമ്പോളം ഇന്ന് യഥാർത്ഥത്തിൽ അന്യം നിന്ന് പോകുന്ന ഒരു അവസ്ഥയിലേക്ക് നീങ്ങുന്നോ എന്ന് ആശങ്കപ്പെട്ടാൽ അതിശയിക്കാനില്ല എന്നുള്ളതാണ് ഇപ്പോൾ നിലവിലുള്ള സ്ഥിതി. കഴിഞ്ഞ 10 വർഷക്കാലത്തെ നമ്മുടെ ഈ വാർഡിൻ്റെ വികസന മുരടിപ്പ് യഥാർത്ഥത്തിൽ ജനങ്ങൾ വളരെയധികം ചർച്ച ചെയ്യപ്പെടുകയാണ്. കാരണം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധിയായിരുന്നു ഈ 10 വർഷക്കാലവും ഇവിടുത്തെ പ്രതിനിധികളായി തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. പക്ഷേ അവർ ഈ വാർഡിനെ സംബന്ധിച്ചോ ഈ വാർഡിൻ്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചോ തിരിഞ്ഞു നോക്കാൻ തയ്യാറായിരുന്നില്ല എന്നുള്ളതും അവർ പ്രതികരിക്കാൻ വേണ്ടി പോലും പലപ്പോഴും അറച്ചു നിൽക്കുന്നൊരവസ്ഥയാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ജനകീയ പ്രശ്നങ്ങൾ വരുമ്പോൾ ആ ജനകീയ പ്രശ്നങ്ങൾക്ക് മുമ്പിൽ അവർ ഒരിക്കലും നാം ആരും കണ്ടിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ അതുകൂടി യഥാർത്ഥത്തിൽ ഈ സമൂഹം നന്നായ രൂപത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ഇപ്പോൾ യഥാർത്ഥത്തിൽ ഈ ചാലയിൽ ബാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കച്ചവടക്കാർക്ക് അല്ലെങ്കിൽ ഈ സാധനങ്ങൾ വാങ്ങാൻ വരുന്നവർക്ക് ചാലയിൽ എത്താനോ അതിനനുസരിച്ചുള്ള മറ്റ് സൗകര്യങ്ങളും മറ്റ് സാഹചര്യങ്ങളും ഒരുക്കുന്നതിന് വേണ്ടി നമുക്ക് കഴിയാത്തൊരു സ്ഥിതിവിശേഷമാണ് ചാലയിലുള്ളത്. അതുകൊണ്ട് അതിനാവശ്യമായ രൂപത്തിലുള്ള യഥാർത്ഥത്തിൽ അടിസ്ഥാന സൗകര്യ വികസനം, പാർക്കിംഗ് ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യ വികസനം ഉണ്ടാക്കിയെടുത്ത് കച്ചവടക്കാർക്ക് വ്യാപാരം നടക്കാൻ കഴിയത്തക്ക രൂപത്തിൽ, കസ്റ്റമേഴ്സിന് വരാൻ കഴിയത്തക്ക രൂപത്തിൽ ചാലക്കമ്പോളത്തെ മാറ്റി തീർക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. മറ്റൊന്ന് ഇവിടുത്തെ വെള്ളക്കെട്ടിൻ്റെ പ്രശ്നങ്ങളാണ്. യഥാർത്ഥത്തിൽ ഏറ്റവും കൂടുതൽ വെള്ളക്കെട്ട് അനുഭവപ്പെടുന്ന ഒരു പ്രദേശമായി ഇപ്പോഴും ചാല നിലനിൽക്കുകയാണ്. ആ വെള്ളക്കെട്ടിൻ്റെ സ്ഥിതി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഓടകളുടെ കൃത്യമായ രൂപത്തിലുള്ള മെയിൻ്റനൻസ് നടത്താൻ ഇവിടുത്തെ കൗൺസിലർമാരുടെ ഇടപെടൽ നടക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ വെള്ളക്കെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമായി മാറുന്നു. 1 മണിക്കൂർ മഴ പെയ്ത ചാലയിലെ പല പ്രദേശങ്ങളും ഇന്ന് വെള്ളക്കെട്ടിനടിയിലാവുന്ന ഒരവസ്ഥയാണ്. ഇപ്പോൾ സംസ്ഥാന ഗവൺമെൻറ് മുൻകൈയെടുത്തുകൊണ്ട് നഗരസഭയും കൂടി സഹകരിച്ചുകൊണ്ട് സ്മാർട്ട് സിറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില ഇടവഴികൾ നന്നാക്കിയത് ഒഴിച്ചാൽ ഈ ചാലക്കമ്പോളത്തിൽ മറ്റൊരു വികസന പ്രവർത്തനവും കഴിഞ്ഞ 10 വർഷക്കാലമായി നടന്നിട്ടില്ല എന്നുള്ളതാണ് ചാലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. പല സ്ഥലങ്ങളിലും യഥാർത്ഥത്തിൽ ഇവിടുത്തെ ചവറ നീക്കം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ നമ്മൾ സാമൂഹ്യ പ്രവർത്തകരെന്ന രൂപത്തിൽ, രാഷ്ട്രീയ പ്രവർത്തകരെന്ന രൂപത്തിൽ ഞങ്ങളുടെ ഇടപെടൽ കൊണ്ടാണ് അത് ഒരു പരിധിവരെ പരിഹരിച്ചു പോകാൻ വേണ്ടി ശ്രമിക്കുന്നത്.
പക്ഷേ യാഥാർത്ഥ്യമായി നമ്മൾ ഉൾക്കൊള്ളുമ്പോൾ ഇവിടുത്തെ ആളുകൾ പലരും യഥാർത്ഥത്തിൽ ഇവിടെ താമസിക്കാൻ തന്നെ ഞങ്ങൾക്ക് അസൗകര്യമാണ്, ഇന്ന ബുദ്ധിമുട്ടുകളുണ്ട്, പ്രയാസങ്ങളുണ്ട് എന്ന് പറയപ്പെടുന്നൊരവസ്ഥയും യഥാർത്ഥത്തിൽ തെരുവിളക്കുകൾ പോലും യഥാർത്ഥത്തിൽ കൃത്യമായി കത്തിക്കാനും ഇടപെടാനും കഴിയാത്ത ജനപ്രതിനിധികളായി ഇവിടുത്തെ ജനപ്രതിനിധികൾ മാറും. നഗരസഭയിൽ നിന്ന് കിട്ടുന്ന ഫണ്ടുകൾ പോലും യഥാർത്ഥത്തിൽ ഇവിടെ യഥാസമയം യഥാവിധി ഉപയോഗിക്കുന്നു എന്ന് നമുക്ക് പറയാൻ കഴിയാത്തൊരു സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ നിലവിലുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരം ജനപ്രതിനിധികൾ നമുക്ക് വേണമോ എന്ന് പുനർചിന്തിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് ജനങ്ങൾ എത്തിയെന്ന് ജനങ്ങളുമായി സമീപിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു പ്രതികരണം അത് തന്നെയാണ്. എന്തായാലും ചാലയിൽ കഴിഞ്ഞ 10 വർഷക്കാലത്തെ വികസന മുരടിപ്പിനൊരു മാറ്റം ആവശ്യമാണ് എന്ന് ജനങ്ങൾ ചിന്തിക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തിലാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ ചാല കടന്നു പോകുന്നത്. ഇവിടെ യഥാർത്ഥത്തിൽ പൈതൃകമായ ഒട്ടനവധി കച്ചവട കേന്ദ്രങ്ങളുള്ളതും മൊത്ത വ്യാപാര കേന്ദ്രമുള്ളതുമായിട്ടാണ്. ഈ ചാലയിലെ വ്യാപാര കേന്ദ്രം എന്ന് പറയുന്നത് ഇവിടുത്തെ ജനങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. ഇവിടുത്തെ ജനങ്ങളെന്ന് പറയുന്നത് ഒന്നുകിൽ ഇവിടെ തന്നെ കച്ചവടം നടത്തുന്നവർ, അല്ലെങ്കിൽ ഇവിടുത്തെ വിവിധ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർ. യഥാർത്ഥത്തിൽ സർക്കാർ ഉദ്യോഗസ്ഥരും മറ്റതുമെല്ലാം ഈ വാർഡിൽ താമസിക്കുന്നത് വളരെ കുറച്ചാണ്. കരിമണം പോലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കോളനി, ഏറ്റവും അടിസ്ഥാന ജനവിഭാഗം താമസിക്കുന്ന കരിമണം കോളനി പോലുള്ള പ്രദേശങ്ങളിൽ പുനരധിവാസ പാക്കേജ് 2008 LDF ഗവൺമെൻറ്റും LDFിൻ്റെ നഗരസഭയും ആരംഭിച്ചതാണ്. അന്ന് ഈ വാർഡിനെ പ്രതിനിധീകരിച്ചിരുന്നത് LDFിൻ്റെ കൗൺസിലർമാരാണ്. അതിനുശേഷം 2010 ശേഷം ആ പ്രദേശം ഉൾപ്പെടുന്നത് LDFിൻ്റെ കൗൺസിലർമാരല്ലായിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ആ കരിമണത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ പുനരധിവാസ പ്രവർത്തനങ്ങൾ ഇനിയും പൂർത്തിയാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. ഈ അടുത്ത ദിവസങ്ങളിൽ എൻ്റെ അടക്കമുള്ള നേതൃത്വത്തിലുള്ള ചില ആളുകളുടെ ഇടപെടലിൻ്റെ പശ്ചാത്തലത്തിലാണ് വീണ്ടും അതിൻ്റെ പ്രവർത്തനം ആരംഭിക്കാൻ വേണ്ടി കഴിഞ്ഞത് എന്നുള്ളത് ഈ സന്ദർഭത്തിൽ ഞാൻ സൂചിപ്പിക്കുകയാണ്. അങ്ങനെയുള്ള ഒരു വികസന മുരടിപ്പിൻ്റെ ഒരു പ്രദേശമായി നമ്മുടെ ചാല മാറുമ്പോൾ ചാല കമ്പോളത്തെ യഥാർത്ഥത്തിൽ പഴയ പ്രൗഢിയിലേക്ക് തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമായി നമ്മൾ കാണേണ്ടത്. ഈ ചാലയിലെ വെള്ളക്കെട്ട് പരിഹരിച്ച് ജനങ്ങൾക്ക് സൗകര്യപ്രദമായ രൂപത്തിൽ ഇവിടെ ചാലയിൽ വരാൻ ഇവിടുത്തെ പാർക്കിംഗ് സംവിധാനമടക്കം സുഗമമായി മാറ്റിയെടുത്തുകൊണ്ട് ആ പാർക്കിങ്ങിലേക്ക് അല്ലെങ്കിൽ ആ പാർക്കിംഗ് കേന്ദ്രം ഉപയോഗിച്ചുകൊണ്ട് തന്നെ ചാലയിലേക്ക് കൂടുതൽ വ്യാപാരികൾ വരുന്നതിന് വേണ്ടിയുള്ള ഒരു സംവിധാനം ഉണ്ടാക്കുന്നത്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ മുൻവശം നടയിലാണ് യഥാർത്ഥത്തിൽ ഈ ചാല മാർക്കറ്റ് സ്ഥിതി ചെയ്യുന്നത്. ആ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകൾ, ഭക്തർ വന്നെത്തുന്ന ഒരു കേന്ദ്രം കൂടിയാണ്. ആ ഭക്തരെ ആകെ ഈ ചാല കമ്പോളത്തിലേക്ക് കൂടി ആകർഷിക്കാൻ കഴിയത്തക്ക രൂപത്തിൽ അതിൻ്റെ ഭാഗമായി ചാലയിലെ വ്യാപാരികൾ, ആ വ്യാപാരി സമൂഹത്തെ തന്നെ ആശ്രയിച്ച് ജീവിക്കുന്ന വലിയ വിഭാഗം ജനങ്ങൾ, അവരുടെ എല്ലാത്തിൻ്റെയും ക്ഷേമത്തിന്, യഥാർത്ഥത്തിൽ അവരുടെ എല്ലാത്തിൻ്റെയും ഉന്നമനത്തിന് ഇത് സഹായകരമാവും എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഈ തെരഞ്ഞെടുപ്പിനെ നാം നോക്കിക്കാണേണ്ടത്. ഈ തെരഞ്ഞെടുപ്പ് ചാലയിലെ വികസനം തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ച. ആ വികസനം ലക്ഷ്യമാക്കി നീങ്ങുന്നതിന് ആർക്ക് കഴിയും, അവർക്ക് വോട്ട് ചെയ്യണമെന്ന ഒരു തീരുമാനത്തിലേക്ക് ജനങ്ങൾ ഏറെക്കുറെ എത്തുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. കഴിഞ്ഞ 10 വർഷക്കാലത്തെ വികസന മുരടിപ്പ് തന്നെയാണ് അവരുടെ മനസ്സിലുള്ളത്. ആ വികസന മുരടിപ്പിൻ്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് വികസനത്തിന് വേണ്ടി ജനങ്ങൾ വോട്ട് ചെയ്യും. അത് LDFിന് അനുകൂലമാകുമെന്നുള്ളതാണ് ഞാൻ കരുതുന്നത്. കോവിഡ് വന്നത് നിരവധിയായിട്ടുള്ള പ്രതിസന്ധികൾ നമ്മുടെ സംസ്ഥാനത്തുണ്ടായത് തന്നെ ചാലയെയും ഗുരുതരമായി ബാധിച്ചിട്ടുണ്ടായി. ആ കാലയളവിലെല്ലാം തന്നെ ചാലയുടെ രക്ഷകരായി വന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകർ, CITUവിൽ ഉള്ള തൊഴിലാളികൾ, കച്ചവടക്കാർ, അവരുടെ ഒരു കൂട്ടായ്മയായിരുന്നു. രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് അതിന് നേതൃത്വം നൽകാൻ അഡ്വക്കേറ്റ് SA സുന്ദർ എല്ലാ കാലത്തും ഉണ്ടായിരുന്നു. കഴിഞ്ഞൊരു 10-15 വർഷക്കാലത്തെ ചാല എന്തെങ്കിലും പുരോഗതി കൈവരിച്ചിട്ടുണ്ടെങ്കിൽ ആ പുരോഗതി നിർദ്ദേശിക്കാനും തയ്യാറാക്കാനും നടപ്പിലാക്കാനും എന്നും അഡ്വക്കേറ്റ് SA സുന്ദർ മുൻപന്തിയിലുണ്ടായിരുന്നു. ഇപ്പോൾ സ്മാർട്ട് സിറ്റിയുടെ പ്രവർത്തനങ്ങളുടെ രൂപരേഖ തയ്യാറാക്കുന്ന കാര്യത്തിലും ആ രൂപരേഖയ്ക്കനുസരിച്ച് പദ്ധതികൾ തയ്യാറാക്കുന്ന കാര്യത്തിലും പദ്ധതികൾ നടപ്പിലാക്കാൻ വേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ സമർപ്പിക്കുന്ന കാര്യത്തിലും ആ പദ്ധതികൾ നടപ്പിലാക്കിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന കാര്യത്തിലും എല്ലാം തന്നെ തിരുവനന്തപുരം മണ്ഡലത്തിലെ MLAയോട് ചേർന്ന് നിന്നുകൊണ്ട് അഡ്വക്കേറ്റ് SA സുന്ദർ ആണ് അതിന് നേതൃത്വം നൽകി. എന്നാൽ പുതുതായിട്ട് വരുന്ന പ്രതിനിധി ഒരു വ്യാപാരി കുടുംബത്തിൽ നിന്നുള്ള ഒരാളാണെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. അദ്ദേഹം തീർച്ചയായിട്ടും ഞങ്ങൾക്ക് മാർഗമായ ഞങ്ങളുടെ വികസനത്തിന് ആവശ്യമായ കാര്യങ്ങൾ ചെയ്യുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു.
തൊട്ടടുത്തുള്ള വാർഡാണ് ആറ്റുകാൽ വാർഡ്. ആ ആറ്റുകാൽ വാർഡിൽ 5 വർഷം ഇതേ കൗൺസിലർ ഉണ്ടായിരുന്നു, ആ SA സുന്ദർ ഉണ്ടായിരുന്നു. ആ 5 വർഷം അവിടെ കോടിക്കണക്കിന് രൂപയുടെ വികസന പ്രവർത്തനം ഉള്ളത്. അന്നൊക്കെ ഞങ്ങൾ ആഗ്രഹിച്ചു ഈ ഒരു ആളിനെ, ഈ സ്ഥാനാർത്ഥി ഇവിടെ നമുക്ക് ഈ ചാല വാർഡിൽ കിട്ടിയിരുന്നെങ്കിൽ. പക്ഷേ എന്ത് പറയാം, നമുക്കത് ഭാഗ്യം കൊണ്ട് നമ്മളെ ഭാഗ്യം ഇവിടെ വാർഡിലെ നിവാസികളുടെ ഭാഗ്യമാണോ എന്നറിയില്ല. അപ്പം നമുക്ക് SA സുന്ദറിനെ തന്നെ നമുക്കിവിടെ ഈ വാർഡിൽ കിട്ടി. ഇപ്പോൾ നമ്മളെല്ലാം ഹാപ്പിയാണ്. അദ്ദേഹം ഒന്ന് ജയിച്ച് കിട്ടിയാൽ ഇവിടെ നമുക്കൊന്നും നോക്കേണ്ട കാര്യമില്ല. ഉറപ്പാണെന്ന് വെച്ചാൽ ചെയ്യുന്ന ഒരു മനുഷ്യനാണ്, സൗമ്യനാണ്, ആൾ നല്ല, എല്ലാവർക്കും ഒരു ഉപകാരിയാണ്. അതുകൊണ്ട് ഞങ്ങളെ മോട്ടോർ തൊഴിലിൻ്റെ ആഗ്രഹം ഇദ്ദേഹം ജയിച്ച് നല്ല ഭൂരിപക്ഷത്തോടെ ഈ 100 വാർഡുകളിലെ ഏറ്റവും ഭൂരിപക്ഷത്തോടെ ജയിച്ച് വരണേ എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. സുന്ദർ നേരത്തെ ആറ്റുകാൽ വാർഡിൻ്റെ കൗൺസിലറായിരുന്നു. ആ വേളയിൽ തന്നെ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാനുമായിരുന്നു. ആ പരിചയ സമ്പത്ത് ചാല വാർഡിൻ്റെ വികസനത്തിന് വേണ്ടി പരമാവധി സുന്ദർ ഉപയോഗിച്ചിട്ടുണ്ട്. താൻ ജനിച്ചു വളർന്ന പ്രദേശമാണ് ചാല. ചാലയിലെ മരക്കട റോഡിലാണ് സുന്ദർ ജനിച്ചു വളർന്നത്. ആ പ്രദേശം ഉൾക്കൊള്ളുന്ന ചാല വാർഡിൻ്റെ വികസനം എന്നും സുന്ദറിൻ്റെ സ്വപ്നമായിരുന്നു. സുന്ദർ ക്ഷേമകാര്യ കമ്മിറ്റിയുടെ ചെയർമാനായിരിക്കുന്ന വേളയിലാണ് ആദ്യമായി ഇപ്പം ചാല വാർഡിൽ ഉൾപ്പെടുന്ന കരിമടം കോളനിയിൽ പാവപ്പെട്ടവർക്ക് താമസിക്കുവാനുള്ള വീടുകൾ വച്ചു കൊടുക്കുന്ന പദ്ധതിക്ക് രൂപം നൽകിയത്. ഇങ്ങനെ നിരവധിയായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ അഡ്വക്കേറ്റ് SA സുന്ദർ ചാലയെ പ്രതിനിധീകരിക്കുന്നത് എന്തുകൊണ്ടും ലോകോത്തര നിലവാരമുള്ള ഒരു വാർഡാക്കി ചാലയെ മാറ്റാൻ ഉപകരിക്കും എന്നാണ് ഞങ്ങൾ കരുതുന്നത്.